എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ 31-ാം തീയതി രാവിലെയാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി മടി, ഒരു മനസ്സിന് ഒരു ഒന്നും ചെയ്യാൻ തോന്നലില്ലാത്ത ഒരു മടി പിടിച്ചൊരു ദിവസമാണ്. കാരണം ഇന്ന് റോജർ പോകുന്ന ദിവസമാണ്. അപ്പോൾ റായൻ തലേദിവസം പോയി കഴിഞ്ഞ് 30-ാം തീയതി. അപ്പോൾ റോജർ ഇന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുക്കിംഗ് ചെയ്യാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത്തിരി ഓട്സ് കാച്ചിയെടുക്കുക. അപ്പോൾ ഓട്സ് മേടിച്ച് തലേദിവസം വെച്ചത് തന്നെ അതുകൊണ്ടാണ്. പിറ്റേ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ പാചകം കുറക്കല്ല എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കും പപ്പക്കും ഓട്സ് കാച്ചിയിട്ടുണ്ട്. പിന്നെ റോജറിന് ഞാൻ പഴമാണ്, ഏത്തപ്പഴമാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ. ഓട്സ് കാച്ചിയത് റോജർ കഴിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്മൂത്തി ആക്കി കൊടുക്കണം. ഇപ്പം സ്മൂത്തിയും അങ്ങനെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സ് തന്നെ മേടിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോൾഡ് ഓട്സ് മേടിച്ചിട്ട് വലിയ പണിയാണത്, വേവ് കൂടുതലാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇത്തവണ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് വേവിച്ച് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട്, പപ്പക്ക് പഞ്ചസാര ഇടണതാണ് ഇഷ്ടം, എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല. അപ്പോൾ പപ്പക്ക് പഞ്ചസാര ഇടണം. പിന്നെ ഏറ്റവും അവസാനം ആകുമ്പോഴാണ് നമ്മൾ പാലൊഴിച്ചിട്ട് അത് ഇളക്കി അങ്ങോട്ട് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പാൽ മാത്രമായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാൽ, ഒരു പാക്കറ്റ് പാൽ ഒരു ഗ്ലാസ്സിനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തിൽ വെള്ളത്തിലൊക്കെ ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർപ്പറ്റയിൽ ബിസ്ക്കറ്റിൻ്റെ പൊടി, റൂബിയുടെ രോമമൊക്കെ കുറച്ചുണ്ട്. അപ്പം ഞാനത് റയൻ്റെ അടുത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് പലതവണ പറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു സമയം കിട്ടിയില്ല. അത് കൊണ്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനതെടുത്ത് ചെയ്യാൻ തുടങ്ങി. പപ്പ പറഞ്ഞ് ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് പപ്പ അത് മേടിച്ചതാണ് കേട്ടോ. പിന്നെ പപ്പക്ക് ഈ ഒരു വാക്യൂം ക്ലീനറിൽ ചെയ്ത് ശീലമില്ല. കാരണം നമ്മുടെ റയൻ കൊച്ചാണ് എപ്പോഴും ചെയ്യണത്, പപ്പ അങ്ങനെ തൊട്ടിട്ടില്ല. അപ്പോൾ പപ്പക്കാണെങ്കിൽ പഴയ വാക്യൂം ക്ലീനറിലാണ് പരിചയം ഉള്ളത്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് അതൊന്ന് ചെയ്ത് കൊടുത്തതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ അവിടെ നിന്ന് പിന്നെ അങ്ങനെ നോക്കിയെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ വേഗം അത്, ഇതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പെട്ടെന്ന് രണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഒരു ഇതിൽ ഒരെണ്ണത്തിൽ നെക്കിയാൽ ഇത് ഓണാകും, ഒരെണ്ണത്തിൽ നെക്കിയാൽ ആ ഒരു വയറുള്ളിലേക്ക് ഇത് കോയിൽ ചെയ്യാനുള്ളൊരു സംഭവം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടെണ്ണം തമ്മിൽ മാറിപ്പോകും, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടൊക്കെ വെക്കേണ്ട സ്ഥലത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്ത് മാറ്റിയതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കറികൾ എന്ന് പറയാനായിട്ട് റോജറിന് ഞാൻ ഇത്തിരി ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. റോജറിനോട് ഞാൻ എന്ത് വെക്കും, ഇന്നിപ്പോൾ പോകാനുള്ളതല്ലേ, അപ്പോൾ എന്ത് കഴിക്കും, ബിരിയാണി ഉണ്ടാക്കണം, ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു അന്ന് ഇത്തിരി ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കി വെക്കാം. അത് കൂട്ടിയിട്ട് ചോറിനാണെങ്കിൽ അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് ഈ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് അതെന്താണ് ബിരിയാണി ഉണ്ടാക്കാതിരുന്നത്, മമ്മി പറഞ്ഞില്ല ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഞാൻ പറഞ്ഞേടാ നീയല്ലേ പറഞ്ഞത് വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അന്ന് പിന്നെ ചിക്കൻ കറി എന്തെങ്കിലും ഒരു ഇതാക്കാം, നോണാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്കപ്പോൾ ഒരു വിഷമമായി, അയ്യോ അന്നേ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ല എന്ന്. അങ്ങനെ ഏതായാലും ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കനാണെന്നുണ്ടെങ്കിൽ മൂത്ത് ഭയങ്കര വേഗാതെ കിടന്നൊരു ചിക്കനായിരുന്നേ. കാരണം കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു വലിയ ചിക്കനാണ് കേട്ടോ, രണ്ടെണ്ണം വലിയ ചിക്കനാണെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം ഒരു എണ്ണം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഞാനിങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കണല്ലേ, അപ്പോൾ ഇത് മിക്സ് ചെയ്തൊക്കെ ആയിരിക്കുള്ളൂ ആകുന്നത്. രണ്ട് ചിക്കനും ഒന്നിച്ച് ആക്കിയിട്ടിട്ടൊക്കെ ആയിരിക്കുള്ളൂ, ഒന്നിച്ച് കുടഞ്ഞിട്ടിട്ടൊക്കെയല്ലേ ഞാൻ എടുത്ത് വെക്കണം. അപ്പം നമുക്കതങ്ങ് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് വെച്ചത് എത്ര നേരം ഇട്ടിട്ടും വേഗണില്ല. അത് കുക്കറിലിട്ടാൽ ചിലപ്പോൾ വേഗമായിരിക്കും, പക്ഷേ നമ്മളങ്ങനെ കുക്കറിലിട്ട് ഇതുവരെ വേവിച്ചിട്ടില്ല. എപ്പോഴും പെട്ടെന്ന് വേകാറുണ്ട്. ആ കണക്കിന് തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്തത്. പക്ഷേ സംഭവം വേഗനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇത്തിരി തേങ്ങ ഉണ്ടായിരുന്നത് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പാലും കൂടി ഒഴിച്ച്. പക്ഷെ അത് നമ്മൾ ഇറക്കണ സമയത്ത്, വെന്ത് കഴിഞ്ഞിറക്കണ സമയത്ത് ഇട്ടാൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ചിക്കൻ വെന്ത് വേകാൻ വേണ്ടി കുറേ നേരം ഇടേണ്ടി വന്നു. അപ്പോഴേക്കും ആ തേങ്ങാപ്പാലൊക്കെ വറ്റി വരണ്ട് ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ രുചിയായി പോയിട്ടുണ്ട്.
ഞാൻ വിചാരിച്ചത് ഇപ്പോൾ പെട്ടെന്ന് വേഗമല്ല, അപ്പോൾ കുഴപ്പമില്ല തേങ്ങാപ്പാൽ ഒഴിച്ചാലും എന്നും വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിക്കൻ ഞാൻ ജീവിതകാലത്ത് വേവിച്ചിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ചിക്കനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദം ബിരിയാണിക്ക് ഇടാനായിട്ട് നല്ലതാണ്. കാരണം അത് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല പീസസ് ആയിട്ട് തന്നെ അങ്ങനെ കിടന്നുള്ളൂ അതിൻ്റെ അടിയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. ഞാൻ നേരത്തെ നമ്മുടെ റിച്ചാൻ്റെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്, പുള്ളിക്കാരി റോമിൽ ഇത് കന്യാസ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് നേഴ്സെന്നേ വരുള്ളൂ. എനിക്ക് കന്യാസ്ത്രീയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ പുള്ളിക്കാരി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പുള്ളിക്കാരിയുടെ 25ാമത്തെ ജൂബിലി, കന്യാസ്ത്രീ ആയതിൻ്റെ 25 ജൂബിലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അത് മാർച്ചിൽ അവിടെ റോമിൽ ആഘോഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ചിലായിരുന്നു ശരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് എത്തി ഇവിടെ ആഘോഷിക്കുന്നത്. എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കുമല്ലോ. അപ്പോൾ 10ാമത്തെ ഇത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി 25ാമത്തത് ആഘോഷിക്കാൻ പോണി. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ എനിക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് ക്രിസ്മസ് ടൈമിൽ അവിടെ പർച്ചേസ് ചെയ്ത ആ ഒരു ക്രിസ്മസ് തീമിലുള്ള ഹാൻഡ് കർച്ചീഫുകളാണ്. നമ്മൾക്ക് കിച്ചൺ ടവലായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ട് കൈയൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മൾ ചെറിയ ടവലുകൾ എടുക്കൂലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള ആ ടൈമിലുള്ളത്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ബോയൊക്കെ ക്രിസ്മസ് തീമിലുള്ള ബോയും ബ്ലാക്കല്ല, റെഡും വൈറ്റും 4 എണ്ണം, അത് 2 എണ്ണം വെച്ചിട്ട് 2 വൈറ്റും 2 റെഡും വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ കാണുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഞാനെടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോളാണിത്. അപ്പച്ചൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ കസിൻ ബ്രദറാണ്. അമ്മമാർ തമ്മിൽ ചേർത്തനിയത്തി മക്കൾ. എൻ്റെ അപ്പച്ചൻ ഒറ്റ മോനാണ്. അതുകൊണ്ട് ഓൺ ബ്രദേഴ്സും ഓൺ സിബ്ലിങ്സ് ഒന്നുമില്ല. എങ്കിലും കുറേ കസിൻസ് ഉണ്ട്, ആണും പെണ്ണുമായിട്ട് ഒരുപാട് കസിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കസിൻ ബ്രദറിൻ്റെ മോളാണിത്. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് ദിവസത്തൊക്കെ ഉള്ളു, 20 ദിവസം നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം തന്നെ ഈ പരിപാടി ഒക്കെ നടത്തി എല്ലാ വീടുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത്, അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. കുറച്ച് വീടുകളിലൊക്കെ അന്നത്തെ ദിവസമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 7-ാം തീയതിയാണ് പരിപാടി നടക്കുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ എനിക്ക് അറിയില്ല, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ 7-ാം തീയതി ഏതായാലും ഞങ്ങൾ പോകും. അങ്ങനെ സിസ്റ്റർ വന്ന് കുറച്ച് നേരമൊക്കെ, എൻ്റെ അനിയത്തി കുട്ടിയായിട്ട് ഒരു 50 വയസ്സേ ആയിട്ടുള്ളേ. അപ്പോൾ പുള്ളിക്കാരി വന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ ആങ്ങളുടെ മോനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മുടെ റോജറിന്ന് പോകാൻ നിൽക്കണേണല്ലോ. അപ്പോൾ റോജറിന് 8 മണിക്കാണ് വണ്ടിയെങ്കിലും നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ പോണ സമയത്ത് അവനങ്ങനെ ഭക്ഷണം കഴിക്കാറില്ലെങ്കിലും ഇന്നിപ്പോൾ അവർ വിളിച്ച് പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടേ വരാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ചോറ് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബ്രെഡ് ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡും ചിക്കനും കൂടി എടുത്ത് വെച്ച് കൊടുത്തെങ്കിലും അവൻ അതിനകത്തുനിന്ന് വളരെ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ. അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഞാനാണ് അതിൻ്റെ ബാക്കി കഴിച്ചത്. അവനങ്ങനെ ഇഷ്ടമല്ല പോകുമ്പോഴൊക്കെ കഴിക്കണത്. പിന്നെ വണ്ടിയിൽ നിന്ന് എന്തോ സ്നാക്സൊക്കെ കൊടുക്കും, എങ്കിൽ തന്നെയും അതെന്താവാനാണ്. പിന്നെ അവർ വണ്ടി നിർത്തുമ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കും പുറത്തിറങ്ങിയിട്ട്. ഇന്നിപ്പോൾ ഏതായാലും വണ്ടി നിർത്തൂല. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചിപ്സ് അവൻ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഈ ഒരു പെട്ടി റോജർ 1000 രൂപയ്ക്ക് താഴെയുള്ളു. അത് അവിടെ നിന്ന് മേടിച്ചതായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് പോരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വലിയ പെട്ടിയാണല്ലോ അവൻ്റെത്. അത് അവിടെ തന്നെ വെച്ചേക്കും. വീട്ടിലേക്ക് ഇടയ്ക്ക് പോരുമ്പോൾ കൊണ്ടുവരാൻ കുഞ്ഞൊരു പെട്ടി മേടിച്ചാണ്. പിന്നെ ബാക്കിലിടണ ഈ ബാഗ്, ഇത് ലാപ്ടോപ്പ് ബാഗാണ്, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അവിടെ പപ്പയും ഫ്രണ്ട്സ് കൂടിയിട്ട് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവൻ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വരണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും അവർ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഞാനിനി അങ്ങോട്ട് വരണില്ല, നീ പൊയ്ക്കോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോകണില്ല. ബൈ ബൈ. അങ്ങനെ റോജറും പോയി. പിന്നെ ആകെ ശോകമായിട്ടാണ്. അങ്ങനെ അത്രയും ഉണ്ടാകുന്നുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. വീഡിയോ ഇടാനായിട്ടുള്ള ഒരു കണ്ടൻ്റ് ഒന്നും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതേ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഈ കാണിക്കണത്. 1-ാം തീയതിത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത്. 31-ാം തീയതിയാണ് അവൻ പോകുന്നത്. അവന് തിങ്കളാഴ്ച അവിടെ അത്യാവശ്യം എത്തേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ റയൻ വന്നിട്ടേ പോകുള്ളായിരുന്നു. അപ്പോൾ ഇതേ പപ്പക്ക്
ബുൾസയും ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഞാൻ രണ്ട് മുട്ട തന്നെ ആക്കി എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിശക്കും, എനിക്ക് പെട്ടെന്ന് തന്നെ വിശക്കും. അപ്പോൾ അതുകൊണ്ട് 2 ബ്രെഡല്ലേ ഉണ്ട്. നമുക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ആളെ നമ്മൾ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ 2 ബ്രെഡ് മാത്രമേ എടുത്തു. പിന്നെ എനിക്ക് ബ്രെഡ് അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പകുതിയായിട്ടൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ എനിക്കും 2 മുട്ട എടുത്ത് ഞാൻ വേണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 മുട്ട മാത്രമേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തണുപ്പ് മാറ്റാൻ. പിന്നീട് ഞാൻ ഓർത്തത് കഴിക്കാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിശക്കുന്നേ പിന്നെ എടുത്തേക്കാന്ന് പറഞ്ഞാൽ തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മുട്ട തന്നെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഈ റോജർ കഴിഞ്ഞ തവണ ക്രിസ്മസ് കഴിഞ്ഞ് 30-ാം തീയതി പോയല്ല ഇത് ബാംഗ്ലൂർക്ക്. അന്ന് ഞാൻ പറഞ്ഞാന്ന് എനിക്കറിയില്ല, റോജറിൻ്റെ വണ്ടിയൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്ക് കൊണ്ട് എത്താൻ സാധിച്ചില്ല. വളരെ നേരത്തെയാണ് ഇവിടുന്ന് പോയത്, എങ്കിൽ പോലും ബ്ലോക്ക് കൊണ്ട് എത്താൻ സാധിച്ചില്ല. ഒരു സ്ഥലത്തും നിർത്തലുണ്ടായിരുന്നില്ല. യൂട്ടേൺ എടുക്കേണ്ട സ്ഥലത്ത് മൊത്തത്തിൽ പോലീസ് നേരെ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചു വിട്ടതുകൊണ്ട് തന്നെ യൂട്ടേൺ എടുത്ത് പോകേണ്ട സ്ഥലങ്ങളിലൊന്നും യൂട്ടേൺ എടുക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് അവന് എത്താൻ സാധിച്ചില്ല. പിന്നെ അവരവിടെ നിന്ന് വണ്ടി വിടാൻ പോണേന്ന് പറഞ്ഞ് അപ്പോഴും എത്താൻ സാധിച്ചില്ല. അവസാനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞ് ആലുവയിൽ വന്നാൽ കയറാൻ പറ്റും, നമ്മൾ വൈറ്റിലയിലാണ് എത്തിയേക്കുന്നതല്ല കയറാൻ. പറഞ്ഞ് ആലുവയിൽ മെട്രോ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ നല്ല ലഗേജ് ഉണ്ടായിരുന്നു, നല്ല വെയിറ്റുള്ള ലഗേജായിരുന്നു, എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണമല്ലേ. അങ്ങനെ അവൻ എന്തോരം വെപ്രാളപ്പെട്ട് അതുകൊണ്ട് ഓടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഓർക്കണേണ്. അങ്ങനെ അവൻ ആ വെയിറ്റും ചുമന്ന് ഓടിച്ചെന്ന് മെട്രോ പോണതിന് മുമ്പ് അതിൽ കയറണമല്ലോ. അങ്ങനെ ഓടിച്ചെന്ന് മെട്രോയിൽ ഒരു വിധത്തിൽ കയറി. പിന്നെ അവിടെ ഇറങ്ങുന്ന ആ സമയമായപ്പോഴത്തേക്കും നോക്കുമ്പോൾ വണ്ടി അതിലൂടെ പാസ് ചെയ്ത് പോയതായിട്ട് അവൻ അപ്പം തന്നെ കണ്ട്. മെട്രോയിൽ ഇറങ്ങേണ്ട നേരം വന്നില്ല, അതിന് മുമ്പ് തന്നെ വണ്ടി പാസ് ചെയ്ത് പോയി. അപ്പോൾ അവരപ്പം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് വണ്ടി പാസ് ചെയ്ത് പോയി, ഇനിയിപ്പോൾ രക്ഷയില്ല, ഇനിയിപ്പോൾ എവിടെയും വന്ന് കയറാൻ പറ്റില്ല, വണ്ടി മിസ്സായി, നമ്മുടെ പൈസയും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ എന്താ ചെയ്യുക, ഇനി വീട്ടിലേക്ക് തിരിച്ചു പോന്നാലും പിന്നെ പിറ്റേ ദിവസമൊക്കെ തിരക്ക് തന്നെയല്ലേ. അങ്ങനെ അവന് തിരിച്ചു പോരാനും പറ്റാത്ത അവസ്ഥയിൽ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വണ്ടി വന്ന് കുറേ അധികം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ രാത്രി കയറിയാൽ പിറ്റേന്ന് വെളുപ്പിന് തന്നെ അവിടെ ബാംഗ്ലൂർ എത്തും. പക്ഷേ അന്ന് ഏകദേശം ഉച്ചക്കാണ് ബാംഗ്ലൂർ എത്താൻ സാധിച്ചത്. വേറൊരു വണ്ടിയിലൊക്കെ കയറി പിടിച്ച് അങ്ങനെ കുറേ വിഷമിച്ച് കഴിഞ്ഞ തവണ. അപ്പോൾ ഇത്തവണ ആൾ വേഗം പോയതാണ്. ഇനി ഇങ്ങനെ ഒരു അബദ്ധം വരരുതല്ല എന്ന് പറയും. അബദ്ധമൊന്നല്ല, നമ്മൾക്ക് ഒരുപാട് നേരത്തെയാണ് പോയത്, പക്ഷേ നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ തിരക്കും എല്ലാം കൂടി എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസമാണെന്നില്ല, ഇതിപ്പോൾ 1-ാം തീയതിയാണല്ലോ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, ഒന്നും മേടിപ്പിക്കാനും തോന്നുന്നില്ല. അപ്പോൾ ചോദിക്കണുണ്ട് എന്തെങ്കിലും മേടിക്കണോ എന്നൊക്കെ ചോദിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഇത്തിരി കുഞ്ഞുചാളിരിക്കുന്നുണ്ട്, അതൊന്ന് വിനാഗിരി എടുത്ത് തിളപ്പിക്കാം. തേങ്ങ ചിരണ്ടിയത് കയ്യിലില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ മടി. തേങ്ങ അവിടെ ഇങ്ങനെ പൊതിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ചിരണ്ടാൻ മടി, എനിക്ക് തോന്നലില്ല, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാം. തക്കാളി ഇല്ല, പപ്പക്ക് തക്കാളി ഇട്ട് തിളപ്പിക്കാനാണ് ഇഷ്ടം, അപ്പോൾ വിനാഗിരി ഇട്ട് തിളപ്പിക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ പകുതി മീൻ തിളപ്പിക്കാനും പകുതി മീൻ വറുക്കാനും വെച്ച്. ഞങ്ങൾക്ക് 2 പേർക്ക് മതിയല്ല, അപ്പോൾ ഇത് ഉണ്ടാകും നല്ല രീതിക്കെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും തേങ്ങ അരച്ച് വെക്കാൻ ഞാൻ നന്നായെന്ന് എനിക്ക് തോന്നി. ഇത് വിനാഗിരി ഇട്ട് തിളപ്പിച്ചതാണ് നല്ല ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ കുഞ്ഞു ചാള വെച്ചിട്ട് വേറൊന്നും ചെയ്യാനില്ല, പീര ഒതുക്കി വെക്കാം, അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ അത് പപ്പയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് ഓട്ടുപുളിയിട്ട് കറിയൊക്കെ വെക്കണത്. പക്ഷേ അതിനേലും ടേസ്റ്റ് വിനാഗിരി ഇട്ട് വെക്കണതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് ചെയ്ത് മീനും വറുത്ത് ഞങ്ങൾ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചിട്ടാണ്. ഇതിപ്പോൾ രാത്രിയാണ്. രാത്രി ഒരു സന്ധ്യയപ്പോഴത്തേക്കും ഞങ്ങളുടെ തറവാട് വീടിൻ്റെ അവിടുത്തെ അയൽവാസികൾ ഞങ്ങളെ വെറുതെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കുറേയധികം നേരം 9:30 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ കൊണ്ടുവന്ന പച്ചക്കുരുമുളകാണ്. ഇത് എന്തെല്ലാമാണ് അതിൻ്റെ യൂസ് എന്ന് എനിക്ക് അറിയില്ല. വെറുതെ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് സാധാരണ കുരുമുളക് ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പച്ചക്കുരുമുളക് വെച്ചിട്ട് വല്ല സ്പെഷ്യൽ ആയിട്ട് നല്ല പാചകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണേട്ടാ കമൻസിൽ. എനിക്ക് യാതൊരു പിടുത്തമില്ല. ഏതായാലും കുറച്ച് പച്ചക്കുരുമുളക് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ബാക്കി
ബാക്കിയെല്ലാം ഉണക്കാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് അവർ പറഞ്ഞത് പച്ചക്കുരുമുളക് അരച്ച് ബീഫൊക്കെ ഒന്ന് വരട്ടി നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. വേറെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് 2-ാം തീയതിയാണ്. കാരണം ഞാൻ വീഡിയോകളൊന്നും തന്നെ എടുക്കുന്നില്ല, ഒന്നും തോന്നണില്ല. അങ്ങനെയാണത്. പോയി 2-3 ദിവസം ഇപ്പോൾ റയൻ വരും എങ്കിൽ തന്നെയും റയൻ 2-3 ദിവസം കൂടി വൈകുമെന്ന് തോന്നണം. ഇത് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ട് പോലും ഇല്ല പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ച് ഇന്നും തേങ്ങയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തേങ്ങ ചിരണ്ടാൻ ശക്തിയായ മടിയാണ്. അപ്പോൾ രാവിലെ ഇത്തിരി വീഡിയോ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത്തിരി ഉപ്പുമാവ്. അപ്പോൾ ഈ ഉപ്പുമാവ് നമ്മൾ ഏറ്റവും അവസാനം നടുഭാഗത്ത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കറുത്ത കളറിലുമല്ല, അതുണ്ടാകാതിരിക്കാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ നടുഭാഗത്തൊരു കുഴി ഉണ്ടാക്കി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനവിടെ മൂടി വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റും സവാളയും പച്ചമുളകും ഇഞ്ചി അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഞ്ചി ഇടാറില്ല. പിന്നെ ഇത്തിരി കശുവണ്ടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കശുവണ്ടി ഇടക്ക് കടിക്കുമ്പോൾ. ഈ കശുവണ്ടി അധികം കഴിക്കാൻ പാടില്ല, എങ്കിലും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കശുവണ്ടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കഴിച്ച് തീർക്കും, എന്നിട്ട് എനിക്ക് രോഗവും പിടിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഞാനത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മേടിച്ച് വെക്കാത്തത്. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് തീരണ വരെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് അത് വലിയ പ്രശ്നമാണത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് അങ്ങനെ വെള്ളമൊഴിച്ച് അതിനകത്ത് ഇനിയിപ്പോൾ ഒന്ന് പൊത്തി വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വളരെയധികം ടയേർഡായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കേട്ടാലും മനസ്സിലാവും. കാരണം നമ്മൾക്ക് ഇന്നലെ കറണ്ട് പോയിട്ട് വൈകുന്നേരം ഒരു 6:45 കറണ്ട് പോയതാണ്. കറണ്ട് പോയി കഴിഞ്ഞ് പിന്നെ ഇത്ര നേരിട്ട് കറണ്ട് വന്നിട്ടില്ല. അതായത് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നേ ദിവസം, അതായത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ഇടാൻ പറ്റുവാന്ന് പോലും എനിക്കറിയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ വൈഫൈ ഒക്കെ പോയി കിടക്കണേണ്. അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇടും, അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വീഡിയോ വരിക. അപ്പോൾ അങ്ങനെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി കറണ്ട് ഇല്ലാതെ അയക്കണത്. നമ്മൾക്കിവിടെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയൂല കറണ്ട് പോയാലും. പക്ഷേ ഞങ്ങളുടെ ഇൻവെർട്ടറിൻ്റെ എല്ലാം ചാർജെല്ലാം തീർന്നു. കാരണം 6:30 മണി മുതൽ പോയതല്ലേ, നേരം വെളുക്കാറായപ്പോഴത്തേക്കൊക്കെ കറണ്ട് എല്ലാം തീർന്ന്, ചാർജെല്ലാം തീർന്ന്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരുട്ട് തന്നെ ആയിരുന്നു. ഫാനും ഇല്ല, ഒന്നുമില്ല, റൂബിയും കിടക്കാണ്ടായിരുന്നില്ല. ആകെ വിഷമമായിരുന്നു. അങ്ങനെ ഉറക്കം ഒട്ടും തന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും റൂബിക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ആകെ ഒരു വിധത്തിൽ ഇപ്പോൾ നേരെ വിളിപ്പിച്ചെടുത്തെന്ന് വേണം പറയാനായിട്ട്. പപ്പ പിന്നെ ഇരുന്ന് വീശി അങ്ങനെ തരണുണ്ടായിരുന്നെങ്കിലും പപ്പ അങ്ങനെയാണ് പണ്ട് മുതൽ. എങ്ങനെയാണ് കറണ്ടൊക്കെ പോയാൽ പപ്പ എഴുന്നേറ്റിരുന്ന് എന്നെ മക്കളെയൊക്കെ വീശി തന്നുകൊണ്ടിരിക്കും, നാട്ടിലുള്ള സമയമാണെങ്കിൽ. അന്ന് പറഞ്ഞ പോലെ വീശി തന്ന് റൂബിക്കും എനിക്കൊക്കെ വീശി തന്നെങ്കിലും സംഭവം ഉറക്കം നമുക്ക് കിട്ടൂലല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഉപ്പുമാവ് എടുത്തപ്പോഴത്തേക്ക് ഒരു ഇത്തിരി നെയ്യും പഞ്ചസാരേൻ്റെ മീതയിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്തത് കേട്ടോ. പിന്നെ തേങ്ങ ഒരെണ്ണം ചിരണ്ടി എടുത്ത് ഞാൻ ചെറിയൊരു തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിയൊക്കെ എടുത്ത് ഇത്തിരി, അതായത് ഇന്നിപ്പോൾ കറികൾ ഒന്നും വെക്കാനായിട്ട് ഇവിടെ ആകെ ആ ചിക്കൻ കറി ഉണ്ടല്ലോ, റോജറിനുണ്ടാക്കിയ ചിക്കൻ കറി അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഞാൻ മാറ്റി. കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ല ചിക്കൻ കറി കഴിക്കാനായിട്ട്. അത് അവന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലുണ്ടെങ്കിലും ഞാനും കഴിക്കില്ല, ജാക്സനും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി ക്യാരറ്റ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷേ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവർ വലിയ താല്പര്യവും കാണിച്ചില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ക്യാബേജ് അരിഞ്ഞത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 2-3 ക്യാരറ്റും ഇരുന്നേച്ച് അതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തോരൻ, ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊരു തോരൻ മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ തലേദിവസത്തെ ചാള തിളപ്പിച്ചതും വറുത്തതും ഒക്കെ ഉണ്ട്. ഉച്ചവരെ ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും രാത്രി ഡിന്നറിനായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഏതായാലും ഡിന്നറിൻ്റെ സമയത്താണല്ലോ കറണ്ട് പോയത്. അപ്പം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇൻവെർട്ടറുള്ളതുകൊണ്ട് വെളിച്ചമൊക്കെ ഉണ്ട്. പക്ഷേ 6:45 മുതൽ ഞങ്ങളുടെ നാട് ഇരുട്ടിലാണ്. എന്തോ വലിയൊരു കംപ്ലൈൻ്റാണ് സംഭവിച്ചേക്കുന്നത്.
അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ 2 മുട്ട ഒന്ന് ഓംലെറ്റ് ആക്കി. അപ്പോൾ ഇരുട്ടാണ്, ചെറിയ വെളിച്ചമേ ഉള്ളു. അധികം ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻവെർട്ടറിൻ്റെ അധികം ലൈറ്റ് ഇടില്ല. നമ്മൾ ഒരു അത്യാവശ്യം ലൈറ്റ് ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും, പുറത്തൊരു ലൈറ്റ് ഇടും, അത്രയൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ മുട്ടയൊക്കെ പൊരിക്കണം, അതുകൊണ്ട് വലിയ വെളിച്ചമില്ല. അപ്പോൾ ഈ ഇത് കംപ്ലൈൻറ്റ് ശരിയാക്കാനായിട്ട് അവർ രാത്രി മൊത്തത്തിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ ഞങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫോമർ കാണാം, അതിൻ്റെ മീതിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് ഇന്നലെ പതിവിൽ വിപരീതമായി മഴ ഒരുവിധം പെയ്ത്, അതോടുകൂടി അവരത് ഇട്ടിട്ട് പോവുകയും ചെയ്ത്. അപ്പോൾ പറഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് നടപടിയാകൂല എന്ന്. ഇപ്പം കാണുന്നത് ചൊവ്വാഴ്ച രാവിലെയുള്ള കാര്യമാണ്, സെയിം ഡേ ഇന്നത്തെ കാര്യമാണ്. ഒരു സ്ഥലത്തും വെളിച്ചമില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ തിരി എടുത്ത് കത്തിക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ വീട്ടിലെ പെയിൻ്റ് അടി കഴിഞ്ഞതിന് ശേഷം തിരി കത്തിക്കാൻ പപ്പ സമ്മതിക്കില്ല, നമ്മൾ ഇലക്ട്രോണിക് തിരി തന്നെയാണ് ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇനിയും വെള്ളം മേലെ പുക പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരി കത്തിക്കാൻ സമ്മതിക്കില്ല. എന്ത് തന്നെ ആയാലും ഇന്നിപ്പോൾ ഇത്തിരി നേരം ഒന്ന് തിരി കത്തിക്കേണ്ടി വന്നു. അങ്ങനെ തിരിയൊക്കെ എടുത്ത് കത്തിച്ച് ഇനി എപ്പോഴാണ് കറണ്ട് വരിക, നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്